അഷ്ടമിരോഹിണി. നമസ്കാരം. മഹാവിഷ്ണുവിൻ്റെ 9ാമത്തെ അവതാരമാണ് ശ്രീകൃഷ്ണൻ. ചിങ്ങമാസത്തിലെ കറുത്തപക്ഷ അഷ്ടമി തിഥിയും രോഹിണി നക്ഷത്രവും ചേർന്ന് വരുന്ന ദിവസം അർദ്ധരാത്രിയിൽ ദേവകിയുടെയും വസുദേവരുടെയും പുത്രനായി കംസന്റെ കാരാഗ്രഹത്തിൽ ജനിച്ചു. ശ്രീകൃഷ്ണ അവതാരത്തെ ഗോകുലാഷ്ടമി, ജന്മാഷ്ടമി, ശ്രീകൃഷ്ണ ജയന്തി എന്നീ പേരുകളിലും ഈ പുണ്യദിനം അറിയപ്പെടുന്നു. അഷ്ടമിരോഹിണി ദിവസം വ്രതാനുഷ്ഠത്തോടെ കഴിയുകയും ശ്രീകൃഷ്ണനെ ഭജിക്കുകയും ചെയ്താൽ സർവ്വദുഃഖങ്ങളും അകന്ന് അഭിഷ്ടസിദ്ധിയും ജീവിത വിജയവും കൈവരുമെന്ന് ജ്യോതിശാസ്ത്രം പറയുന്നു. ശ്രീകൃഷ്ണന്റെ ജന്മദിനം ആഘോഷമാക്കുവാൻ നാടെങ്ങും ഒരുങ്ങിക്കഴിഞ്ഞു. ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങൾ ദീപാലങ്കാരത്തിലും ആഘോഷങ്ങളിലും നിറഞ്ഞിരിക്കുന്നു. ശ്രീകൃഷ്ണനെ സ്തുതിക്കുന്ന കീർത്തനങ്ങൾ മുഴങ്ങുകയാണ് നാടെങ്ങും. ബാലഗോകുലം അന്ന് ബാലദിനമായി ആചരിക്കുന്നു. നാടെങ്ങും വൈകിട്ട് ശോഭയാത്രകൾ നടക്കും. യുഗങ്ങൾ 4 കൃത, ത്രേത, ദ്വാപര, കലി എന്നിങ്ങനെ. ഇതിൽ ദ്വാപരയുഗത്തിലാണ് ശ്രീകൃഷ്ണന്റെ ജനനം. അഷ്ടമിരോഹിണി ദിവസം അർദ്ധരാത്രി കഴിയുന്നവരെ ഉറങ്ങാതെ കൃഷ്ണഭജനം ചെയ്തിരുന്നാൽ ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവും. ചിലർ അർദ്ധരാത്രി പായസമുണ്ടാക്കി പിൻഭാഗത്ത് വെക്കുന്നു. ഉണ്ണികൃഷ്ണന്റെ കാലടികൾ അരിപ്പൊടി കലക്കിയ വെള്ളച്ചായത്തിൽ വീട്ടിൻ്റെ മുറ്റം മുതൽ പായസം വെച്ചിരിക്കുന്നിടം വരെ വരച്ചു വെക്കുന്ന പതിവ് കേരളത്തിൽ പലയിടത്തുമുണ്ട്. ജന്മാഷ്ടമി ആഘോഷങ്ങളിൽ പ്രധാനമാണ് ഉറിയടി. ഉണ്ണികൃഷ്ണന്റെ വേഷം കെട്ടിയ കുട്ടി ഉറിയിൽ തൂങ്ങിയാടുന്ന വെണ്ണക്കുടം ചാടിപ്പിടിക്കാൻ ശ്രമിക്കുന്നു. ഉറിയുടെ ചരട് കാഴ്ചക്കാരിൽ ഒരാൾ വലിച്ചുകൊണ്ടിരിക്കും. കാണികളിൽ കൗതുകവും ആവേശവും ഉണർത്തുന്നതാണ് ഈ മത്സരം. വളർത്തമ്മയും വളർത്തച്ഛനുമായ യശോദയുടെയും നന്ദഗോപരുടെയും പുത്രനായി കൃഷ്ണൻ വളർന്നു. തന്നെ കൊല്ലാൻ വന്ന പൂതനെ എന്ന രാക്ഷസിയെ നിഗ്രഹിച്ചുകൊണ്ട് ദുഷ്ടസംഹാരത്തിന് ഭഗവാൻ തുടക്കം കുറിച്ചു. പഴയ സഹപാഠിയായ സുദാമയെ കണ്ടപ്പോൾ അവിലിന് പകരം സമ്പത്ത് വാരിക്കോരി നൽകി. അർജുനന് ഗീതോപദേശം മഹാഭാരത യുദ്ധഭൂമിയിൽ വെച്ച് ഭഗവാൻ നൽകി. ശ്രീകൃഷ്ണ ജയന്തി ദിനത്തിൽ ഭാഗവത പാരായണം നടത്തിയാൽ ജന്മജന്മാന്തര ദോഷങ്ങൾ പോലും ഇല്ലാതാകും. മത്സ്യമായി അവതരിച്ചതും കൂർമ്മമായി അവതരിച്ചതും വരാഹമായി അവതരിച്ചതും പ്രഹ്ലാദ പിതാവിനെ വധിക്കാനായി നരസിംഹനായി അവതരിച്ചതും മഹാബലിയുടെ യജ്ഞഭൂമിയിൽ വാമനനായി അവതരിച്ചതും പരശുരാമനായി അവതരിച്ചതും രാവണൻ എന്ന രാക്ഷസനെ വേരോടെ ഉന്മൂലനം ചെയ്യാൻ ശ്രീരാമചന്ദ്രനായി അവതരിച്ചതും നാടിന് നന്മ വരുത്തുവാൻ ബലരാമനായി അവതരിച്ചതും യാദവകുലത്ത് കൃഷ്ണനായി അവതരിച്ചതും ശ്രീകൃഷ്ണനാണ്. കൽക്കിയായി അവതരിക്കാൻ പോകുന്നതും ശ്രീകൃഷ്ണൻ തന്നെയാണ്. അധർമ്മത്തെ തോൽപ്പിക്കുന്നതിലും ധർമ്മത്തെ ഉദ്ധരിക്കുന്നതിലും സദാ വ്യാപൃതനാകുകയും അധർമ്മത്തിൻ്റെ പക്ഷത്തിൽ സ്വന്തം ബന്ധുക്കളായാൽ പോലും ധർമ്മ സംരക്ഷണത്തിന് അവരെ പരാജയപ്പെടുത്തേണ്ടതാണെന്ന് ഉപദേശിച്ച ശ്രീകൃഷ്ണനെയാണ് സമസ്ത ലോകവും മാതൃകയാക്കിയത്. ആ അവതാരം കാട്ടിത്തന്ന സത്യത്തിൻ്റെയും ധർമ്മത്തിൻ്റെയും ന്യായത്തിൻ്റെയും പാതയിൽ കൂടി സഞ്ചരിച്ചാൽ മാത്രമേ എല്ലാവരുടെയും പ്രീതി നേടാൻ കഴിയുകയുള്ളൂ എന്ന് സമസ്ത ലോകർ ഉറച്ചു വിശ്വസിച്ചു. ആ പാദങ്ങളെ പിന്തുടരാനുള്ള ആർജവും ആത്മവീര്യവും എല്ലാവരിലും നിറഞ്ഞു നിൽക്കണം. ഈ ലോകത്ത് മനുഷ്യന് വിശ്രമിക്കാൻ സമയമില്ല. കർമ്മം ചെയ്യുക എന്നതാണ് ഈ ലോകത്ത് മനുഷ്യൻ്റെ ധർമ്മം. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മരണം മാത്രമാണ് വിശ്രമം. ഭഗവാൻ ശ്രീകൃഷ്ണൻ ഗീതയിൽ പറഞ്ഞത്. സ്വന്തം കാലിൽ അമ്പെയ്ത വേടന് പരമപദം നൽകി അനുഗ്രഹിച്ച് യാത്രയാക്കിയ അവതാരമാണ്. സദാ കർമ്മനിരതനായ ശ്രീകൃഷ്ണൻ രാജാവിൻ്റെയും യോദ്ധാവിൻ്റെയും ദൂതൻ്റെയും തേരാളിയുടെയും ഗോപികന്മാരുടെ നാഥനായും
തുടങ്ങി വൈവിധ്യമാർന്ന എല്ലാ വർഷങ്ങളിലും തിളങ്ങി നിന്ന അവതാരമാണ് മഹാവിഷ്ണു അവതാരമായ ശ്രീകൃഷ്ണൻ. അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം.